ഹലോ ഗൈസ്, ഇന്ന് ശിവരാത്രിയാണ്. ഹാപ്പി ശിവരാത്രി. എൻ്റെ ലുക്കൊക്കെ കാണാമല്ലോ. ഞാൻ അമ്പലത്തിലൊക്കെ പോയി ചന്ദനക്കുറി സുന്ദരിയായി. എനിക്കറിയാം. അപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ശിവരാത്രിയാണ് എൻ്റേത്. ആൻഡ് അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ശിവരാത്രീൻ്റെ വ്രതം എടുക്കുന്നത്. ഞങ്ങൾ എടുത്തത് എന്താ വെച്ചാൽ ലിക്വിഡും പിന്നെ സാബുദാന വടയും സാബുദാന കിച്ചടിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായ പേരറിയില്ല. അതാണ് കഴിച്ചത്. രാവിലെ തൊട്ട് രാവിലെ കഴിച്ചു, പിന്നെ ഫുള്ള് ഇതിലാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇറ്റ് വാസ് വെരി നൈസ്. നല്ല തിരക്കായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിൽ നമുക്ക് പെട്ടെന്ന് കയറിപ്പോയി. ഭയങ്കര തിരക്കായിരുന്നു ശിവൻ്റെ അവിടേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കൃഷ്ണൻ്റെ അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശിവൻ്റെ അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ കുറഞ്ഞു, ആരുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് കയറാനും പറ്റി. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ദൈവം എന്തോ നമ്മളെ വിളിച്ച പോലെയാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാം പറ്റി. ഇനിയൊരു പൂജ ഉണ്ട്. ആ പൂജ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. ലെറ്റ്സ് സീ. പിന്നെ ഞാൻ സാബുദാന വട കഴിച്ചിട്ടു. ഞാൻ ആദ്യമായിട്ട് കഴിച്ചു, ബട്ട് ഇറ്റ് വാസ് ടു ടേസ്റ്റി. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ നമ്മളെ വീട്ടിൽ പൂജ നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെ കുറവുകൾ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ നമുക്ക് പറ്റുന്നോളം നമ്മൾ ചെയ്യാൻ. ഇത് കുട്ടുകറോട്ടി ആൻഡ് ആലൂക്ക സബ്ജി. അതിൽ ഒന്നുമില്ല, ഉപ്പിന് വേണം റോക്ക് സോൾട്ടാണ് ഇട്ടിരിക്കുന്നത്, ചില്ലി പൗഡറും, ദാറ്റ്സ് ഓൾ. ബട്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ഇത് ജീജു ഉണ്ടാക്കിയതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതാണ് കഴിച്ചത്. ശിവരാത്രിക്ക് പിന്നിൽ പല കഥകളുണ്ട്. കേരളീയരുടെ വിശ്വാസം അനുസരിച്ച് സമുദ്രമന്ഥനത്തിൻ്റെ സമയത്ത് പുറത്തേക്ക് വന്ന കാളകൂട വിഷം അതിഭയങ്കരമായ വിഷമാണത്. അതിൻ്റെ ഒരു തുള്ളി ഭൂമിയിൽ സ്പർശിച്ചാൽ ഭൂമി മൊത്തമായി നശിച്ചു പോകും. അത് ഇരിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ആ കാളകൂട വിഷം കുടിക്കുകയും അത് ഉള്ളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പാർവതീദേവി ശിവത്തിൻ്റെ കഴുത്തിൽ പിടിക്കുകയും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുദേവൻ ശിവൻ്റെ വായിൽ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ ശിവൻ്റെ ഖണ്ഡം കഴുത്ത് നീല കളറായി. അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നത്. ആ ഒരു ദിനത്തിനെയാണ് നമ്മൾ കേരളീയർ ശിവരാത്രി ആഘോഷിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അത് ശിവൻ്റെയും പാർവതിയുടെയും കല്യാണത്തിന് മാരേജിൻ്റെ ദിവസത്തെ അവർ ശിവരാത്രി ആഘോഷിക്കുന്നത്. ചിലർ താണ്ഡവമാടിയ ദിവസത്തിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. സോ കുറേ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ശിവരാത്രി നല്ലപോലെ ആഘോഷിക്കുക വെച്ചിട്ടു. ശിവലിംഗത്തിന് നമ്മൾ പഞ്ചാമൃതം അർപ്പിച്ചു. പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു, നമ്മൾ പ്രേയേഴ്സ് ചൊല്ലി. അങ്ങനെ നല്ലൊരു ശിവരാത്രിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ശിവരാത്രി പൂജയായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് നമ്മുടെ എന്താ പറയുക, ഒരു പീസ്ഫുൾ മൈൻഡ് പുറത്തേക്ക് വരും. നമ്മൾ കുറച്ച് മേ ബി പണ്ട് സ്പിരിച്വലായിരുന്നു, പക്ഷേ പിന്നെ നമ്മളുടെ തിരക്കുകളും കോളേജ് ജോലി എല്ലാം ആയി ഒരു സ്പിരിച്വൽ ടൈം പോയ പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഈ ഒരു പൂജയൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എന്തോ ഒരു പീസ് വന്നു. ഒരു സമാധാനവും സന്തോഷവും കുറച്ച് ഭക്തിയും എല്ലാം നമ്മുടെ മനസ്സിൽ കയറി വന്ന പോലെ തോന്നി. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് ശിവരാത്രി ഇനിയും എല്ലാ ശിവരാത്രിയും എല്ലാ ഉത്സവങ്ങളും എല്ലാം നമുക്ക് ആഘോഷിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എന്തോ എനിക്കറിയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. മേ ബി ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് പൂജ. നമ്മൾ ഇംപെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ ചെയ്ത രീതി ചിലപ്പോൾ ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എടുത്തൊരു എഫേർട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അപ്പം ആ എടുത്തൊരു എഫേർട്ട് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു. എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ എനിക്ക് തോന്നിയത്. ദിസ് വാസ് എ ഗ്രേറ്റ് മെമ്മറബിൾ ഡേ എന്ന് പറയാം. പൂജ കഴിഞ്ഞ ശേഷം ചേച്ചി എല്ലാവർക്കും പ്രസാദം നൽകി. പ്രസാദം നമ്മളെ പഞ്ചാമൃതമാണ്. പാലും തൈരും തേനും നെയ്യും കൽക്കണ്ടവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രസാദമാണ് നമുക്ക് തന്നത്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു പ്രസാദമായിരുന്നു. നല്ലൊരു ക്യൂട്ട് ശിവലിംഗമാണ് ഞങ്ങൾ മേടിച്ചത്. ഒരു
ശക്തിയുള്ള ശിവലിംഗം പോലെ എനിക്ക് തോന്നി. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ശിവനെക്കുറിച്ച് കുറേ സ്പിരിച്വലായിട്ടുള്ള കുറേ സ്റ്റോറീസ് എനിക്കൊന്നും അറിയുമ്പോഴല്ലോ കുറേ കഥകളൊന്നും, അതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമുക്ക് കുറേ കഥകളൊക്കെ അറിയാൻ പറ്റി. ശരിക്കും നമ്മളൊക്കെ പണ്ട് തൊട്ട് കുറച്ച് കഥകളൊക്കെ അറിയുള്ളൂ. എത്രയോ സ്റ്റോറികൾ നമുക്ക് ഈ ശിവനും മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവ് കുറേ കഥകളുണ്ട്. കുറേ കൃഷ്ണൻ്റെ കഥകൾ എല്ലാവർക്കും അറിയാം. കുറേ കഥകളൊന്നും നമ്മളൊന്നും അറിഞ്ഞില്ല. പിന്നെ പറയാൻ വിട്ടു, ഈ അർപ്പിച്ച പഞ്ചാമൃതവും ഗംഗാജലവും നമ്മൾ അവിടെ തൊട്ടടുത്ത് തുളസീൻ്റെ ഒരു ചെറിയൊരു ചെടിയുണ്ട്, ആ ചെടിക്ക് ഞങ്ങൾ അർപ്പിച്ചിട്ട് ഞങ്ങൾ പൂജ സമാപ്തമാക്കി. ഞങ്ങൾ പൂജ കഴിഞ്ഞു, നല്ലപോലെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഒരു മനസ്സുഖം കിട്ടി. കണ്ടില്ലേ നമുക്ക് ദിസ് ഈസ് മൈ ഫസ്റ്റ് പൂജ. ശിവരാത്രി ശിവരാത്രിക്ക് ഫസ്റ്റ് പൂജ. ഇതാണ് എൻ്റെ ഫസ്റ്റ് പൂജയും ഫസ്റ്റ് വ്രതവും. ഞാൻ നാളെ രാവിലെ ഞങ്ങൾ വ്രതം ബ്രേക്ക് ചെയ്യും. നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. വെരി ക്ലീൻ നീറ്റാണ്, നമ്മൾ വെജിറ്റേറിയൻ നീറ്റാണ്. പിന്നെ പഞ്ചാമൃതം ചേച്ചി ഉണ്ടാക്കി. ലൈക്ക് എന്തൊക്കെയാണ് പഞ്ചാമൃതത്തിൽ? പാല്, മിശ്രി, നമ്മൾ കൽക്കണ്ടം, ദെൻ തേന്, ഗീ, പിന്നെ ഗംഗാജൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കിയത്. സോ അത് നല്ലതായിരുന്നു. നമ്മൾ 108 ടൈംസ് ശിവലിംഗത്തിൽ നമ്മൾ ഒഴിച്ചു. ഒരു പീസ്ഫുൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നിട്ട് ചെയ്തത് ഒരു പീസ്ഫുൾ മൈൻഡായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ ഇനിയിപ്പം കുറച്ച് നമ്മൾ ശിവരാത്രിയാണ്, അപ്പം ഉറങ്ങരുതെന്നാണ്. സോ ഐ ട്രൈ മൈ ബെസ്റ്റ്, എന്താ പറയുക, ഉറങ്ങാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു എത്ര മണി വരെ? 5 o'clock ആണ് തോന്നുന്നു. 5 o'clock വരെ ഇരിക്കാൻ തോന്നുന്നു. ഇതിപ്പം നമ്മളെ നാട്ടിലത്തെ ടൈമല്ലല്ലോ, ഇപ്പോൾ ദുബായിലാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചേക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് വ്രതം ബ്രേക്ക് ചെയ്യും ഞങ്ങൾ. അതാണ് എനിക്ക് കരുത്ത് എനിക്കറിയാം, ഞാൻ സുന്ദരിയായിട്ടില്ല, എനിക്കറിയാം ഞാനൊരു സുന്ദരിയായിട്ടുണ്ട്. നോക്കണം, എൻ്റെ മുടിയൊക്കെ ഇന്ന് നല്ല രസത്തിൽ വന്നിട്ടുണ്ട്, കേളിങ്ങൊക്കെ, അതുകൊണ്ട് കുറച്ചുകൂടെ സുന്ദരിയായി ചെറുതായ അറിയാം, എനിക്ക് പറയണ്ട. അപ്പോൾ നമ്മളങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഗൈസ്, ഇനിയിപ്പം ശിവരാത്രി ഉറങ്ങാണ്ടെടുക്കണം എന്നാണല്ലോ. അപ്പം ഈ പ്രാവശ്യം ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഉറങ്ങാണ്ട് എന്തായാലും നിൽക്കും. യെസ്, ഓഫ് കോഴ്സ്. യെസ് ഗൈസ്, ബൈ, ഹാപ്പി ശിവരാത്രി, ബൈ, ടേക്ക് കെയർ. ഇനിയും കാണാം ഓരോ വ്ളോഗുമായി തന്നെ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, മൂഡ് അനുസരിച്ചേക്കും. സോ ഗൈസ്, ബൈ, see you in any other vlogs if it happens. Goodbye.